ഹലോ ഗേയ്സ്, ഞാനിന്നിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ദോശ മാവൊക്കെ ഇന്നലെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചു. കുറച്ച് മാവിനി ഇരിക്കുന്നു. അപ്പോൾ നെയ്യ് കുറച്ച് വീഴ്ത്തി നമുക്ക് എന്നെ ചുട്ടെടുക്കാം. ഓക്കെ, കുറേയേറെ പാത്രം കഴുകാൻ കിടക്കുന്നു. ഇല്ല, പെണ്ണ് പറയും പോലെ പാത്രം കഴുകാൻ കിടക്കുന്നു. കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ക്ലീനാക്കി നല്ല അടുക്ക് ചുറ്റിയോടുകൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുകയാണ്. വൈകുന്നേരത്തേക്കാണ്. കാര്യം ഫുഡൊന്നും ചിലവായില്ല. വൈകുന്നേരം കപ്പയും ചിക്കൻ കറിയൊക്കെ വെച്ചതുകൊണ്ട് അതെല്ലാം കിടക്കുന്നു. ഇനി വീട് ക്ലീനിങ് ഉണ്ട്. കുറച്ച് വേസ്റ്റൊക്കെ കത്തിച്ചു. ഇനി ഇത് അവിടെ കത്തിക്കാൻ കിടക്കുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ല പണിയുണ്ട്. അപ്പോൾ ഇനി ദോശയ്ക്ക് ചിക്കൻ കറിയാണ്. ബാലൻസ് ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ മോള് വരുമ്പോൾ അത് കഴിക്കും. ദോശ ഇങ്ങനെ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. റൂമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. ചെറിയ മഴക്കോളുണ്ട്. ഇതാ പൂവ് പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇത് പൂജയ്ക്ക് വേണ്ടിയുള്ള പൂവാണ്. എന്നാൽ കുറച്ച് പഴം, ലഡു, പിന്നെ വെള്ളിയാഴ്ചയല്ലേ ദേവി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനൊരു കണ്ണാടി മേടിച്ചു കേട്ടോ ഗൈസ്. എൻ്റെ ദോശ കരിഞ്ഞു പോകുമല്ലോ. 2 മിററാണ്. ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കാം. 2 മിറർ, 2 സൈഡ്. ഒരെണ്ണം ക്ലോസ് ചെയ്ത് കാണിക്കുക. ദോശക്കരി 2 മിറർ, 2 സൈഡ്. രക്ഷപ്പെട്ടു, കരിഞ്ഞില്ല. ഒന്ന് എൻ്റെ ദോശപ്പറ്റത്ത് നോക്കിക്കോളൂ. ഒരു സൈഡിൽ നോൺ സ്റ്റിക്ക് പോയി കേട്ടോ. അതുകൊണ്ട് അതങ്ങനെ വരുള്ളൂ. അപ്പോൾ അതിനി അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മളെ മിററിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മിറർ ഈ സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് ഫേസ് അടുത്ത് കണ്ടോ. ഇത് വരുമ്പോൾ അകലം ഇത് അടുപ്പിച്ച് 2 ഫിഗറാണ് കേട്ടോ. എന്താ വെളിയിലൊരു ബഹളം? എന്തോ ഒച്ച കേട്ടു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഫോണിൽ ആരോ സംസാരിക്കുന്നതാണ്. അതാണ് ഇത്ര ഒച്ച. ഇവിടെ ഒരു റെസിഡൻസ് ഏരിയ ആയതുകൊണ്ട് അധികം ഒച്ചയും ബഹളമൊക്കെ കേട്ട ആരെങ്കിലും പുറത്ത്, ഇപ്പം എന്നെ പോലെ ഉള്ളവരെ കണ്ടില്ലേ, പുറത്തിറങ്ങി നോക്കില്ല ഇതാരാണ് എന്താണെന്ന്. അതുപോലെ ഞാൻ നോക്കി. നമ്മുടെ വീട്ടിൽ ഒച്ചയും ബഹളം കേട്ടാലും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും. സ്വാഭാവികം. നാട്ടും പുറമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് റെസിഡൻസ് ഏരിയയിൽ കൂടുതൽ നോക്കും. ഇപ്പോൾ 2ാമത്തെ ദോശയും മറിച്ച് കഴിഞ്ഞ് ഈ ദോശയൊക്കെ ചുട്ടടിക്കിയാൽ മാത്രമേ എനിക്ക് ക്ലീനിങ് വാഷിങ്ങൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോഴത്തേക്ക് ഈ വേസ്റ്റിനെ ഒന്ന് നമുക്ക് കോരി മാറ്റണം. ചൂടാണെന്നാണ് തോന്നുന്നത്. ഞാൻ കുറച്ച് നേരമായേ ഉള്ളൂ കത്തിച്ചിട്ട്.
ചൂടാണ് അപകടമാണ്. ചൂടുണ്ട് കേട്ടോ ഗൈസ്. തീ ഇപ്പോഴും ബാലൻസ്. പഴയ കുറച്ച് തുണികൾ തന്നെയാണ് നമുക്ക് സിറ്റിയിലോടും കൊണ്ട് കളയുന്നുണ്ട്. കളയും. ഇത്രയും ഉണ്ടല്ലേ. കഴിഞ്ഞു. കുറച്ചുകൂടി തീയുണ്ടായി. വേണമെങ്കിൽ ഇതിനും കൂടി വാരിയിട്ട് കണ്ടില്ലേ പഴയ പഞ്ഞി. ഭയങ്കര ഉച്ചത്തിൽ കേൾക്കും. വഴക്കിടും പോലെയാണ് ആ പുള്ളി സംസാരിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ ഭാഷ. ഓക്കെ, നമ്മൾ ആ പഴയ പഞ്ഞിയെല്ലാം പറക്കിയിട്ട് ഒന്ന് കത്തിക്കും. ഇതെൻ്റെ പഴയ മെത്തയാണ്. നമുക്കിതിൽ ഇച്ചിരി തീപ്പെട്ടി വരച്ചിട്ട് കത്തില്ല. നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം ചെയ്യാം. തീ പടരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ. എൻ്റെ പഴയ മെത്തേടെ ബാലൻസ് കണ്ട. പുതിയ മെത്ത വാങ്ങിച്ചപ്പോഴേ ഇത് കുണ്ടും കുഴിയായിരുന്നു. എൻ്റെ പണി തീർന്നുകൊണ്ട് വരുന്നത്. അപ്പം ഗീസ് ഇനി ഒരുപാട് പണിയുണ്ട് അല്ലേ.